കഴിഞ്ഞ ദിവസം ടെഹ്റാനിൽ ഒരു മൊസാദ് ചാരനെ പിടികൂടിയിരിക്കുന്നു ഇറാനിയൻ ഗവൺമെന്റ്. അദ്ദേഹത്തിന്റെ പശ്ചാത്തലം കേൾക്കുമ്പോഴാണ് അത്ഭുതം തോന്നുക. ഇറാനെ സംബന്ധിച്ച് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ലെങ്കിലും സാധാരണ നിലയിൽ അത്ഭുതകരമായ ഒരു വാർത്തയായിട്ടാണ് അത് തോന്നുക. 15 വർഷമായി ഇറാനിലെ ഒരു പള്ളിയിൽ ഇമാമായി ജോലി നോക്കുന്ന ഒരു വ്യക്തി പൂർണ്ണമായ ഇറാനിയൻ പണ്ഡിത വേഷത്തിൽ ഇറാനിയൻ മതഗ്രന്ഥങ്ങളും മതപ്രാർത്ഥനകൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് 15 വർഷമായി ഫത്വകൾ പുറപ്പെടുവിച്ചുകൊണ്ട് ഇസ്ലാമിനെ പറ്റി പലതരത്തിലുള്ള പ്രസംഗങ്ങളും ഉത്ബോധനങ്ങളും നടത്തിക്കൊണ്ട് 15 വർഷമായി കഴിയുന്ന ഒരു വ്യക്തി യഥാർത്ഥത്തിൽ മുസ്ലിം അല്ല, ഷിയ അല്ല. അയാൾ ഒരു യഹൂദ വിശ്വാസിയായ ഒരു സയനിസ്റ്റ് ഏജന്റ് ആണെന്ന് തിരിച്ചറിഞ്ഞ് 2 ദിവസങ്ങൾക്ക് മുമ്പാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടതായി കേട്ടത്. 15 വർഷമായി ഒരു മനുഷ്യൻ ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരിക മത കേന്ദ്രങ്ങളിൽ നേതൃത്വം വഹിച്ചുകൊണ്ട് അവരെ വിദഗ്ധമായി പറ്റിച്ചുകൊണ്ട് തിരിച്ചറിയപ്പെടാതെ താൻ ഉദ്ദേശിക്കുന്ന ഒരു ദൗത്യത്തിനു വേണ്ടി പണിയെടുത്തുകൊണ്ടിരുന്നു എന്ന് കേൾക്കുമ്പോൾ സത്യത്തിൽ അതിശയം തോന്നുന്നു. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചും അവരുടെ ചാരസംഘടനയെക്കുറിച്ചും അവരുടെ ചാരസംഘടനയുടെ പ്രവർത്തന രീതികളെക്കുറിച്ചും മനസ്സിലാക്കുന്ന ആർക്കും തന്നെ ഇതിൽ ഒട്ടും തന്നെ അതിശയം തോന്നാനിടയില്ല. ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ ഇസ്രായേലി ചാരസംഘടനകൾ ലോകമെമ്പാടും നിർവഹിച്ച ഇത്തരം ചാര ദൗത്യങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്, അതിശയിപ്പിക്കുന്നതാണ് എന്ന് കാണാം. ഇറാനിലെ തന്നെ ഈ സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. 100 കണക്കിന്, 1000 എന്ന് തന്നെ പറയാം ചാരന്മാരെ പിടികൂടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഒടുവിലത്തെ, അവസാനത്തേതല്ല ഒരു സംഭവമാണിതെന്ന് മാത്രമേ പറയാനുള്ളൂ. അവർക്കതിൽ ആശ്ചര്യവുമില്ല. കാരണം ഇറാന്റെ ആഭ്യന്തര മത സാംസ്കാരിക ഔദ്യോഗിക രംഗങ്ങളിൽ മുച്ചൂടും ഇസ്രായേലി ചാരന്മാരുടെ സാന്നിധ്യം തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട്. പലരെയും പിടികൂടപ്പെട്ട് കടുത്ത ശിക്ഷകൾക്ക് വിധേയമാക്കി കൊണ്ടുവരികയാണ്. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് യുദ്ധത്തിന് തൊട്ടു മുമ്പുണ്ടായ ഇറാനിലെ ആഭ്യന്തര കലാപം പുറപ്പെട്ടത് എന്ന് പറയാം. ഇറാന്റെ പരമോന്നത ആത്മീയ രാഷ്ട്രീയ നേതാക്കളെ തങ്ങൾ വധിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ തന്നെയാണ് അവർ ആയത്തുള്ള അലി ഖാംനെയി ഉൾപ്പെടെയുള്ള വലിയ വലിയ നേതാക്കളെ വധിച്ചതും അസാസിനേറ്റ് ചെയ്തതും. ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഇസ്രായേലിനും അമേരിക്കക്കും വേണ്ടി പ്രവർത്തിച്ചത് അവരുടെ വിദഗ്ധരായ ചാരസംഘങ്ങളാണ്. അതിൽ ഇറാന്റെ കൈകളാൽ പിടികൂടപ്പെടുന്ന ഒടുവിലത്തെ ഒരാളാണ് പള്ളി ഇമാമായി പ്രവർത്തിച്ചുകൊണ്ട് ചാരപ്രവർത്തനം നടത്തിയിരുന്ന ഈ സയനിസ്റ്റ് വ്യക്തിത്വം. ഇറാന്റെ ഔദ്യോഗിക സാംസ്കാരിക ആത്മീയ രംഗങ്ങളിൽ മാത്രമല്ല ചാര സാന്നിധ്യം നമുക്ക് ദർശിക്കാനാവുക. ലോകമെമ്പാടും, ലോകമൊട്ടുക്കും പല രാജ്യങ്ങളിലും ചാരന്മാരുടെ സാന്നിധ്യവും അവർ ആ രാജ്യങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്തി സ്വന്തം രാജ്യത്തിന് നൽകി, സ്വന്തം സംഘടനക്ക് നൽകി, അതിനോടനുബന്ധിച്ചുണ്ടായ ആ രാജ്യങ്ങളിലുണ്ടായ കലാപങ്ങളും അവിടുത്തെ ഭരണകൂടത്തിനെതിരായും അവിടുത്തെ ഭരണാധികാരികൾക്കെതിരായും ഉണ്ടായ വധശ്രമങ്ങളും വധങ്ങളും ഇതെല്ലാം ചരിത്ര വസ്തുതകളാണ്. ലോറൻസ് ഓഫ് അറേബ്യയെക്കുറിച്ച് കേൾക്കാത്തവരുണ്ടാവില്ല. ഒട്ടോമൻ സാമ്രാജ്യത്തിനെതിരെ അറബ് സമൂഹത്തെ ഒരുക്കുന്നതിലും അവരെ യുദ്ധരംഗത്ത് പരിശീലനം നൽകുന്നതിലും ഗറില്ല യുദ്ധമുറകൾ പഠിപ്പിക്കുന്നതിലും ലോറൻസ് ഓഫ് അറേബ്യ എന്ന TE ലോറൻസ് എന്ന വ്യക്തി അറബ് വേഷത്തിൽ അറബ് ജീവിത രീതികൾ കൈക്കൊണ്ടുകൊണ്ട് നടത്തിയ ദൗത്യങ്ങൾ ചരിത്രത്തിലെ വലിയ സംഭവങ്ങളാണ്. ആ പട്ടികയിൽ സ്ത്രീകളും കുറവല്ല. മാതാ ഹരി, വിർജീനിയ ഹാൾ, നാൻസി വെയ്ക്ക്, നൂർ ഇനായത്ത് ഖാൻ ഇവരൊക്കെ ചാര വനിതകളാണ്. അവരവരെ ഏറ്റെടുത്ത ദൗത്യങ്ങൾ വിദഗ്ധമായി പൂർത്തിയാക്കിയ, ചിലരെല്ലാം വധിക്കപ്പെടുകയോ കണ്ടുപിടിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും പലരും ഒരിക്കലും കണ്ടുപിടിക്കപ്പെടാതെ എന്നാൽ ചരിത്രത്തിൽ വിദഗ്ധരായ വിജയിച്ച ചാരവനിതകളായി രേഖപ്പെടുത്തപ്പെട്ടവരാണ്. ചാരപ്രവർത്തനം നടത്തുന്ന രാഷ്ട്രങ്ങൾ അമേരിക്കയും ഇസ്രായേലും മാത്രമാണെന്ന് ആരും ധരിക്കരുത്. ഏറ്റവും വിദഗ്ധമായും ഏറ്റവും വ്യാപകമായും ചാരപ്രവർത്തനം നടത്തുന്ന രാഷ്ട്രങ്ങളാണ് ഈ ആധുനിക കാലത്തിലും എന്നുള്ളതാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സവിശേഷത. അതേസമയത്ത് ബ്രിട്ടനും പുരാതന റഷ്യയും സോവിയറ്റ് യൂണിയനും ഇന്നത്തെ ഇന്ത്യയും എല്ലാ രാജ്യങ്ങൾക്കും ചാര ശൃംഖലകളുണ്ട്, ചാര സംവിധാനങ്ങളുണ്ട്. M16 ബ്രിട്ടൻ്റേതാണ്. KGB പഴയ USSRന്റെ റഷ്യയുടെ KGB
പ്രസിദ്ധിയും കുപ്രസിദ്ധിയും ഒരേ സമയമുള്ള ഏതാണ്ട് CIA സമാസമം ഉണ്ടായിരുന്ന ഒരു സംഘടനയാണ്. റോ നമുക്കറിയാവുന്നതുപോലെ റിസർച്ച് ആൻഡ് അനലൈസിസ് വിങ് എന്ന ഇന്ത്യയുടെ സംവിധാനം, അതൊരു ഇന്ത്യയുടെ ചാരസംഘടനയാണ്. പാകിസ്ഥാന് അവരുടേതായ സംവിധാനങ്ങളുണ്ട് ചാരപ്രവർത്തനത്തിനായി, അന്യ രാജ്യങ്ങളിൽ അട്ടിമറി പ്രവർത്തനം നടത്താനുമായി. CIA, മൊസാദ് നമുക്ക് സുപരിചിതമായ രണ്ട് പേരുകളാണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും CIA-യും മൊസാദും പ്രവർത്തന നിരതരാണ് എന്ന് കേൾക്കാൻ ആശ്ചര്യം തോന്നുമെങ്കിലും വസ്തുത അതാണ്. നമുക്ക് നമ്മുടെ വിമോചന സമരത്തിന്റെ കഥയറിയാം, അതിൽ CIA വഹിച്ച പങ്കറിയാം. ഇറാനിലെ തന്നെ ഷാ ഭരണകൂടത്തെ അധികാരത്തിലേറ്റിയത് CIA-യും ബ്രിട്ടനുമാണെന്ന് നമുക്കറിയാം. ഇങ്ങനെ പോകുന്നു ചാരന്മാരുടെ രാഷ്ട്ര സേവനങ്ങൾ. ഇവിടെ ഇത് എടുത്തു പറയാനുള്ള കാരണം, ഈ ചാരവർത്തമാനങ്ങൾക്ക് ഇപ്പോഴുള്ള പ്രസക്തി എന്തുകൊണ്ടാണ് ഇത് എടുത്തു പറഞ്ഞത് എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഗൾഫ് സംഘർഷ മേഖലയിൽ, പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇറാനിലെ ചാര സാന്നിധ്യം മാത്രമാണ് നാം ഇപ്പോൾ ചർച്ചാ വിഷയമാക്കുന്നതും എടുത്തു പറയുന്നതും കാണുന്നതും നമുക്ക് അനുഭവവേദ്യമായിക്കൊണ്ടിരിക്കുന്നതും. എങ്കിലും അറബ് മേഖലയിലെ, പശ്ചിമേഷ്യയിലെ ഒരു രാഷ്ട്രവും ചാരപ്രവർത്തനത്തിൽ നിന്ന് വിമുക്തമല്ല എന്ന് നാം കാണേണ്ടിയിരിക്കുന്നു. അതായത് ഇറാനിലുള്ളതിനേക്കാൾ കൂടുതൽ അറബ് ഗൾഫ് രാഷ്ട്രങ്ങളുടെ അകത്തളങ്ങളിൽ ചാര സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് വസ്തുത. പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും. അതിൽ അറബികളുടെ ഇടയിൽ, അറബ് രാഷ്ട്രങ്ങളുടെ ഇടയിൽ ഏറ്റവും അധികം ചാരന്മാരെ അവിടുത്തെ തെരുവുകളിലല്ല, അവിടുത്തെ ഔദ്യോഗിക മേഖലകളിലല്ല കാണാനാവുക, അവിടുത്തെ അരമനകളുടെ അന്തഃപുരങ്ങളിലായിരിക്കും എന്നാണ് ഒരു വസ്തുത. കാരണം വിവാഹ ബന്ധത്തിലൂടെയും മറ്റ് പലതരം സാംസ്കാരിക കൊടുക്കൽ വാങ്ങലുകളിലൂടെയും അതിവിദഗ്ധമായി ഇസ്രായേലി ചാരന്മാർ അറബ് രാജ്യങ്ങളിൽ കയറിക്കൂടിയിട്ടുണ്ട്. അവർക്ക് വ്യക്തമായ കൃത്യമായ താല്പര്യങ്ങളും അറബ് രാജ്യങ്ങളെ ഈ ചുറ്റിപ്പറ്റി ഇസ്രായേലിനുണ്ട് എന്നുള്ളത് ഒരു രഹസ്യമല്ല, അത് അവർ തന്നെ പരസ്യപ്പെടുത്തുന്ന പരസ്യമാണ്. അമേരിക്കയുടെ ഇത് സാമ്പത്തിക താല്പര്യങ്ങളാണെങ്കിൽ ഇസ്രായേലിന്റെ അറബ് രാജ്യങ്ങളുടെ താല്പര്യം സാമ്പത്തികം മാത്രമല്ല, അവരുടെ ഭൂപ്രദേശത്തിനു മേലുള്ള ആത്യന്തിക താല്പര്യങ്ങളാണ്. ഇറാൻ അതിന്റെ അകത്തളങ്ങളിൽ കയറിക്കൂടിയ ചാരന്മാരെ ഒന്നൊന്നായി പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അറബികൾക്ക് ഇനിയും അത്തരമൊരവസ്ഥ സംജാതമായിട്ടില്ല. ഇസ്രായേലോ അമേരിക്കയോ ഭാവിയിൽ തങ്ങൾക്കൊരു ഭീഷണിയായിത്തീരും, തങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന നിതാന്ത ശത്രുത അവരിൽ നിന്നുണ്ടാകാൻ ഇടയുണ്ട് എന്നൊരു ബോധം ഏതായാലും അറബ് ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് ഇനിയും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇതുവരെ ഉണ്ടായിട്ടില്ല. അറബ് ജനത, അറബ് ഭരണകൂടങ്ങൾ, അറബ് ഭരണാധികാരികൾ അവരുടെ തന്നെ തെരുവീഥികളിലല്ല, അവരുടെ അന്തഃപുരങ്ങളിൽ ഇസ്രായേലി സാന്നിധ്യമുണ്ടോ, അവരുടെ തന്നെ രാഷ്ട്രത്തിന്റെ, അവരുടെ തന്നെ ഭാവി തലമുറയുടെ നിലനിൽപ്പിനെ അപകടപ്പെടുത്തുന്ന വിധം ഗൂഢാലോചന നടത്തുന്ന ചില സമൂഹങ്ങളുടെ ചാരന്മാർ അവരുടെ അകത്തളങ്ങളിലുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് വേണ്ടത് അടിയന്തരമായി. അറബ് ഗൾഫ് രാജ്യങ്ങൾ ഇറാനെ മാത്രം ശത്രുവായി കണ്ടുകൊണ്ട് കരുനീക്കങ്ങൾ നടത്താതെ യഥാർത്ഥ ശത്രു ആരാണെന്നും അത് അവരുടെ അകത്ത് തന്നെയാണോ പുറത്താണോ എന്നും പരിശോധിക്കേണ്ടതാണ്. മാത്രമല്ല, ഈ സുന്നി ഷിയ തർക്കം, സലഫി സുന്നി തർക്കം, മറ്റ് മതപരമായ ആഭ്യന്തര വൈജാത്യങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടല്ലാതെ ആഗോള രാഷ്ട്രീയത്തിലെ ഗൂഢനീക്കങ്ങളെ, തങ്ങൾക്കെതിരായ ഗൂഢാലോചനകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥ ശത്രു ആരാണെന്നും തങ്ങളുടെ യഥാർത്ഥ മിത്രങ്ങൾ ആരൊക്കെയാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ. കേവലം ഇറാനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ യഥാർത്ഥത്തിൽ അവരുടെ താല്പര്യങ്ങൾക്ക് ആരായിരിക്കും ഭാവിയിൽ ഹാനികരമായി തീരുക എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദീർഘവീക്ഷണം നടത്തിക്കൊണ്ട് വേണം രാഷ്ട്രീയ, ആത്മീയ, സാംസ്കാരിക കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇറാനികളിൽ മാത്രം ശത്രുവിനെ കാണാതെ അറബികൾ കൂടുതൽ തഖ്വ പ്രയോഗിക്കണം എന്നുള്ളതാണ് നമ്മുടെ അഭ്യർത്ഥന. നമുക്കും അതിന് കഴിയട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന.